ആരും ഇഷ്ടാക്കല്ലേ എല്ലാരും ഹാളിലേക്ക് പോകുമ്പോ പറയുന്നത് NSSന്റെ നിലപാടാണ് വലിയ ചർച്ചയായിട്ട് വരുന്നത്. ശബരിമലയിലെ UDF ആത്മാർത്ഥത ഉണ്ടായില്ല എന്നുള്ള വിമർശനം ഞങ്ങൾ ഇന്നലെ വളരെ കൃത്യമായിട്ട് പറഞ്ഞല്ലോ. ഞാൻ പിന്നെ വീണ്ടും എല്ലാ ദിവസവും ആവർത്തിക്കണം എന്തിനാ? NSSനടക്കമുള്ള സമുദായ സംഘടനകൾക്ക് അവർക്ക് എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കാം, അവരുടെ സ്വാതന്ത്ര്യമാണ്. ഞങ്ങൾക്ക് അതിൽ യാതൊരു പരാതിയില്ല. ഞങ്ങളുടെ തീരുമാനം രാഷ്ട്രീയമായ തീരുമാനമാണ്. ഞങ്ങൾ 3 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഉയർത്തിയിട്ടാണ് ഞങ്ങൾ ഗവൺമെന്റിനോട് മറുപടി പറയാൻ ആവശ്യപ്പെട്ടത്. ഒന്നാമത്തെ ചോദ്യം, ഇപ്പോൾ ഈ 10ാമത്തെ വർഷം എവിടെ നിന്നാണ് പെട്ടെന്നൊരു അയ്യപ്പ ഭക്തി ഉണ്ടായത്? ചോദ്യമല്ലേ? ശബരിമലയിൽ ആചാര ലംഘനത്തിന് അനുകൂലമായ സത്യവാങ്മൂലമാണ് സർക്കാർ കൊടുത്തിരിക്കുന്നത്. ആ സത്യവാങ്മൂലം തിരുത്താൻ സർക്കാർ തയ്യാറാവും. ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, നാമജപ ഘോഷയാത്ര ഉൾപ്പെടെ NSS പ്രവർത്തകർക്ക് ഉൾപ്പെടെ രാഷ്ട്രീയ പ്രവർത്തകർ ഉൾപ്പെടെ ആയിരക്കണക്കിന് കേസുകളാണ് എടുത്തിരിക്കുന്നത്. ആ കേസുകൾ പിൻവലിക്കാമെന്ന് ഉറപ്പ് നൽകിയതാൽ ഒറ്റ കേസും പിൻവലിച്ചിട്ടില്ല. ആ കേസുകൾ പിൻവലിച്ച ആത്മാർത്ഥത തെളിയിക്കാമോ സർക്കാർ? അയ്യപ്പ സംഗമത്തിന് മുമ്പ് ആ കേസുകൾ പിൻവലിക്കണ്ടേ? ചെയ്തില്ല. പിന്നെ 10ാമത്തെ വർഷമാണ് മാസ്റ്റർ പ്ലാൻ. 9 വർഷം ചെറുവിരൽ അനക്കിയില്ല ശബരിമലയുടെ വികസനത്തിന് വേണ്ടി. 10ാമത്തെ വർഷം ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് ശബരിമലയുടെ മാസ്റ്റർ പ്ലാനുമായി ഇറങ്ങിയിരിക്കുന്ന കപട ഭക്തി പരിവേഷക്കാരെ ഞങ്ങൾ ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാണിക്കുന്ന രാഷ്ട്രീയ ദൌത്യം, ഞാൻ അടിവരയിട്ട് പറയുന്നു, പൊളിറ്റിക്കൽ മിഷൻ ആണ് ഞങ്ങൾ ഏറ്റെടുത്തത്. ഞങ്ങൾ കൂടിയാലോചനകൾ പ്രകാരം ഞങ്ങളെടുത്ത തീരുമാനമാണ്. ഗവൺമെന്റ് ഭക്തജനങ്ങളെ കബളിപ്പിക്കുമ്പോൾ ആ ഗവൺമെന്റിന്റെ പൊയ്മുഖം വലിച്ചു മാറ്റി ആ ഗവൺമെന്റിന്റെ യഥാർത്ഥ മുഖം ജനങ്ങളുടെ മുന്നിൽ കാണിക്കേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ടായിരുന്നു. അത് 7 നിലയിൽ പൊട്ടിപ്പോയി. സംഘാടകത്തിന്റെ കുറവുകൊണ്ടും പിന്നെ യോഗി ആദിത്യനാഥിന്റെ സന്ദേശമാണ് വായിച്ചൊരു മന്ത്രി കോൾമയിർക്കൊള്ളാണ്. UDF ഗവൺമെന്റിന്റെ കാലത്ത് ഒരു ദേവസ്വം ബോർഡാണ് ഇങ്ങനെ ചെയ്തതെങ്കിലോ എന്തായിരുന്നു കേരളത്തിൽ CPMന്റെ പ്രചരണം? പിണറായി വിജയൻ വേദിയിലിരിക്കുന്ന സമയത്ത് യോഗി ആദിത്യനാഥിന്റെ സന്ദേശം വായിച്ച് ആവേശഭരിതനാകുന്ന ദേവസ്വം മന്ത്രിയെ കണ്ട് എത്ര BJPക്കാർ കോരിത്തിരിച്ചു കാണും? പിന്നെ വിദ്വേഷം പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളെ ആനയിച്ച് ആ വേദിയിലേക്ക് കൊണ്ടുവന്ന് എന്ത് സന്ദേശമാണ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്? കേരളത്തിൽ BJPക്കും വർഗീയ ശക്തികൾക്കും ഇടം നൽകിക്കൊണ്ടുള്ള ഒരു ഇടപെടലാണ് CPM ഇപ്പൊ നടത്തുന്നത്. വർഗീയ ശക്തികൾക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്ന പരിപാടിയാണ് CPM ചെയ്യുന്നത്. പച്ചയ്ക്കുള്ള വർഗീയതയാണ് CPM ഇപ്പൊ ചെയ്യുന്നത്. BJP ചെയ്യുന്ന അതേ വഴിയിലൂടെയാണ് കേരളത്തിലെ CPM യാത്ര ചെയ്യുന്നത്. യോഗി ആദിത്യനാഥ് പിണറായി വിജയന് പറ്റിയ നല്ല കൂട്ടുകാരനാണ്, ഒരു സംശയ കാര്യത്തിലില്ല. ആ കൂട്ടുചേർന്ന് പോട്ടെ. ഞങ്ങൾ കേരളത്തിന്റെ മതേതര മനസ്സിന്റെ മുന്നിൽ ഈ വർഗീയവാദത്തെ ഞങ്ങൾ പൊളിച്ചു കാട്ടും. അതാണ് ഞങ്ങളുടെ ജോലി. ഞങ്ങളത് ചെയ്യും കൃത്യമായി. അത് അവര് വളരെ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. തെരഞ്ഞെടുപ്പുമായി ഞങ്ങൾക്ക് NSSമായിട്ടോ SNDP ആയിട്ടോ ഒരു തർക്കവും ഞങ്ങൾക്കില്ല. ഞങ്ങൾ അവരൊക്കെയായിട്ട് നല്ല ബന്ധത്തിലാണ്, സംഘടനാപരമായിട്ട് നല്ല ബന്ധത്തിലാണ്. അവരൊരു വിഷയത്തിൽ അവരൊരു അഭിപ്രായം പറഞ്ഞതിന് ഞങ്ങൾ തമ്മിൽ വഴക്കിടേണ്ട ആവശ്യമില്ലല്ലോ. അവര് സമദൂരമാണ് സിദ്ധാന്തം, അവരുടെ സമദൂര സിദ്ധാന്തം. അത് തുടരുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. പിന്നെ എന്തിനാണ് അതില് ഞങ്ങൾ അസ്വസ്ഥരാവേണ്ട കാര്യം? എന്താ? അദ്ദേഹം വർഗീയതയ്ക്കെതിരായ നിലപാട് എല്ലാ കാലത്തും എടുത്തിട്ടുണ്ട്. NSS ജനറൽ സെക്രട്ടറി വർഗീയവാദികളെ NSSന്റെ അടിച്ചതിന്റെ അകത്തേക്ക് അദ്ദേഹം കയറ്റാൻ ഇതുവരെ സമ്മതിച്ചിട്ടില്ല. അതൊരു ഉറച്ച നിലപാടാണ്. ആ ഉറച്ച നിലപാട് അദ്ദേഹം സ്വീകരിച്ചതിന് ഞങ്ങൾ അഭിനന്ദിച്ചിട്ടുണ്ട്. ഞങ്ങൾ അദ്ദേഹവുമായിട്ടോ NSSുമായിട്ടോ ഒരു തർക്കമില്ല. കൂടെ നിർത്താൻ പരമാവധി CPIM അവരുടെ ഭാഗത്തുനിന്ന് പറ്റുന്ന വഴികളെല്ലാം നോക്കുന്നുണ്ട്. അപ്പൊ UDFന്റെ ഭാഗത്തുനിന്ന് അത്തരത്തിൽ ഞങ്ങൾ ഇവരെല്ലാ സമുദായ സംഘടനകളുമായിട്ടും ഞങ്ങൾ നല്ല ബന്ധത്തിൽ ഒരു വഴക്കുമില്ല. പിന്നെ ഞങ്ങൾ ഒരേ സമയത്ത് ഭൂരിപക്ഷ വർഗീയതയെയും ന്യൂനപക്ഷ വർഗീയതയെയും എതിർക്കും. ആര് വർഗീയത പറഞ്ഞാലും മുഖം നോക്കാതെ കേരളത്തിലെ UDF പറയും. അതൊരു സെക്യുലർ പൊസിഷനിങ് ആണ്. അതിന്റെ പേരിൽ എന്ത് നഷ്ടം വന്നാലും സഹിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങളുടെ മതേതര മൂല്യങ്ങളെയും മതേതര നിലപാടുകളെയും
താൽക്കാലിക ലാഭത്തിന് വേണ്ടി ഞങ്ങൾ വിറ്റ് കാശാക്കില്ല. വാക്കാണ്. കേരളത്തിൽ ഒരു മുന്നണി ധൈര്യസമേതം പറയുന്ന ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡാണ്, പൊളിറ്റിക്കൽ പൊസിഷനിങ് ആണ്. കേരളം സെക്യുലറാണ് എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. കേരളത്തിലെ പഴയ തലമുറയും വളർന്നുകൊണ്ടിരിക്കുന്ന പുതിയ തലമുറയും ആ സെക്യുലർ പൊസിഷന്റെ കൂടെ നിൽക്കും. അതാണ് UDFന്റെ പൊസിഷനിങ്. ഒരു കാലത്തും ഇല്ലാത്ത തരത്തിലുള്ള ശക്തമായ ഒരു നിലപാട്. ആര് വർഗീയത പറഞ്ഞാലും അതിനെതിരായ നിലപാടെടുക്കും. മുഖം നോക്കാം. സർക്കാരിന്റെയും മുഖ്യമന്ത്രിയുടെയും ലീഗാണ് UDFനെ നയിക്കുന്നത് എന്ന് CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ചേർത്ത് ഞാൻ ചോദിക്കട്ടെ, എങ്ങനെയാണ് ഈ CPMന് ഇത് പറയാൻ കഴിയുന്നത്? CPM ഇങ്ങനെ പറയാൻ കഴിയുന്നത്? CPM ലീഗിന്റെ പുറകെ എത്ര നാള് നടന്നതാണ്? എത്ര നാള് ലീഗിന്റെ പുറകെ നടന്നാണ്? ലീഗ് മതേതര പാർട്ടിയാണ് എന്നുവരെ ലീഗിനെ കിട്ടാൻ വേണ്ടിയിട്ട് LDFിലേക്ക് കിട്ടാൻ വേണ്ടി പറഞ്ഞതല്ലേ CPM അല്ലേ? നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റില്ലേ, ഇവരൊക്കെ സ്റ്റേറ്റ്മെന്റില്ലേ? മതേതര പാർട്ടിയാണ്, വർഗീയ പാർട്ടിയല്ല CPM എന്ന് പറഞ്ഞു. പിന്നെ ലീഗിനേക്കാൾ തീവ്രവാദമുള്ള ലീഗ് ഒരു മതേതരവാദിയാണ് എന്ന് ഇവർ പറയുമ്പോൾ തന്നെ ലീഗിന്റെ മതേതരവാദത്തെ തള്ളിപ്പറഞ്ഞ് ലീഗിൽ നിന്ന് പോയ മതേതര നിലപാട് ലീഗ് എടുത്തപ്പോൾ ലീഗിനെ തള്ളിപ്പറഞ്ഞ് പോയ തീവ്രവാദ സ്വഭാവമുള്ള INLനെ കൂട്ടത്തിൽ വെച്ചുകൊണ്ടാണ് ഗോവിന്ദൻ ഈ വർത്തമാനം പറയുന്നത്. എന്താണ് ഇവരുടെയൊക്കെ ഒരു ഇത്? ലീഗിന്റെ മതേതരവാദത്തിനെതിരായി നിലപാടെടുത്തു. ബാബറി മസ്ജിദ് തകർന്നപ്പോ പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെടുത്ത മതേതര നിലപാട്, കലാപം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി എടുത്ത ശക്തമായ നിലപാടിനെ തള്ളിപ്പറഞ്ഞ് തീവ്ര നിലപാടുമായി ലീഗ് വിട്ട INLനെ കൂടെ കക്ഷത്തിൽ വെച്ചിട്ടാണ് ഗോവിന്ദൻ ഞങ്ങളെ മതേതരത്വം പഠിപ്പിക്കാൻ വന്നത്. വേറെ ആളെ നോക്കിയാൽ മതി. ഞാൻ പ്രതിപക്ഷ നേതാവായിട്ട് 4.5 കൊല്ലമായില്ലേ. NSS എന്ത് നിലപാട് സ്വീകരിച്ചെന്നാ നിങ്ങൾ പറയുന്നത്? ഏതെങ്കിലും തരത്തിലുള്ള തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് മാറ്റാനുള്ള ഒരു ശ്രമം ഉണ്ടാവും. അവർക്ക് ആർക്കും യാതൊരു തെറ്റിദ്ധാരണയില്ല. ഞങ്ങൾ അവരൊക്കെയാണ് നല്ല ബന്ധത്തിലാണ്, ഒരു തെറ്റിദ്ധാരണയില്ല. പിന്നെ മനഃപൂർവ്വം ചിലര്, ഞാൻ ചോദിക്കട്ടെ, എന്നെ വ്യക്തിപരമായി ആക്ഷേപിച്ചു ചിലര്. ഞാൻ വല്ലതും പറഞ്ഞു? ഒന്നും പറഞ്ഞില്ലല്ലോ. കാരണം നമ്മളൊരു സ്ഥാനത്തിരിക്കുകയാണ്, നമ്മളൊരു പ്രസ്ഥാനത്തെ പ്രതിനിധാനം ചെയ്യുകയാണ്. വ്യക്തിപരമായി നമുക്കൊന്നും ആരോടും ഒരു വഴക്കുമില്ല, ഒരു തർക്കമില്ല, ഒരു അതിർത്തി തർക്കമില്ല. പിന്നെന്തിനാ ഈ പച്ച വർഗീയത പറയുന്ന മുഖ്യമന്ത്രിയുടെയും അതുപോലെ തന്നെ സർക്കാരിന്റെയും ഈ അയ്യപ്പ സംഗമത്തിലുള്ള ലക്ഷ്യം അത് NSSനെയും SNDPയൊക്കെ ബോധിപ്പിക്കാൻ UDFന് കഴിയാത്തതുകൊണ്ടാണോ? അതൊന്നുമില്ലല്ലോ. അവര് നേരത്തെ നിലപാടെടുത്തു, അതിൽ നിലപാടെടുത്തു. അവർക്കൊക്കെ ബോധ്യമായി കാണും. ഇപ്പൊ അവർക്കെല്ലാം ബോധ്യമായി കാണും. 4200 വരുമെന്ന് പറഞ്ഞ പരിപാടിയിൽ 631 പേര് വരികയും 1/2 കോടിയുടെ ഭക്ഷണം മാലിന്യ പ്ലാന്റിൽ തള്ളുകയും ചെയ്ത അയ്യപ്പ സംഗമല്ലേ. ദേവസ്വം ബോർഡാണ് നടത്തുന്നതെന്ന് പറഞ്ഞു. കേരളം മുഴുവൻ ഫ്ലെക്സ് വെച്ച്, അയ്യപ്പന്റെ പടം പോലും ഇല്ല. പിണറായി വിജയന്റെ പടവും വാസവന്റെ പടവും അയ്യപ്പ സംഗമത്തിൽ. എന്തൊരു അയ്യപ്പ ഭക്തിയായിരുന്നു. ഏത് വൈതാളികരെയും കൂട്ടുപിടിച്ച് ഭരണത്തിൽ തുടരുക എന്നുള്ളതാണ് ലക്ഷ്യമെന്ന് ഈ സംസ്ഥയുടെ മുഖപത്രമൊക്കെ എന്ന് വിമർശിച്ചു. അല്ല, ഞാൻ ചോദിക്കട്ടെ, തെരഞ്ഞെടുപ്പ് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരെ CPM ന്യൂനപക്ഷ പ്രീണനമാണ് നടത്തിയത്. അത് കഴിഞ്ഞപ്പോൾ ഉടനെ ഭൂരിപക്ഷ പ്രീണനായി. ആരോടും ആത്മാർത്ഥതയില്ല. ഞങ്ങൾക്കൊരു ടെൻഷനുമില്ല. ഞങ്ങൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പും പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷവും ഇനി വരാനിരിക്കുന്ന നാളുകളിലും ഒറ്റ നിലപാടാ, ഒരു വ്യത്യാസം ഉണ്ടാകും.